അച്ഛൻ അല്ലെങ്കിൽ പിതാവ്. ഫാദർ. അപ്പോൾ അച്ഛൻ എന്നുള്ളതിനെ എങ്ങനെയാണ് അറബിയിൽ പറയേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അച്ഛൻ എന്നുള്ള വാക്കിന് അറബി പദം അബ് എന്നാണ്. അബ് അതെങ്ങനെയാണ് എഴുതേണ്ടത്? അലിഫ് ഫതഹ് ബാഇന് സുക്കുൻ. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, ഫാദർ അല്ലെങ്കിൽ പിതാവ്. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്. അബ് എന്നുള്ളത് എങ്ങനെയാണ് എഴുതേണ്ടത്? അലിഫിന് ഫതഹ്, ബാ എഴുതിയിട്ട് സുക്കുൻ. അപ്പോൾ അലിഫിന് ഫതഹ് ഇട്ടാൽ എന്താ നമ്മൾ വായിക്കുക? ആ. ബാഇന് സുക്കൂൻ ഇട്ടാൽ എന്താ വായിക്കുക? ബ്. അബ്. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ അച്ഛൻ അല്ലെങ്കിൽ പിതാവ്. അപ്പോൾ നമ്മൾ പിതാവ് എന്നുള്ള അർത്ഥത്തിന് വേണ്ടി അല്ലെങ്കിൽ അച്ഛൻ എന്നുള്ള അർത്ഥത്തിന് വേണ്ടി അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? അബ് എന്നുള്ളത്. അതായത് ഫാദർ എന്നുള്ള അർത്ഥം വരാൻ അറബിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് അബ്. ഒന്നുകൂടെ എഴുതി നോക്കാം. അലിഫിന് ഫതഹ്, ബാ എഴുതിയിട്ട് സുക്കുൻ. അപ്പോൾ അലിഫിന് ഫതഹ് ആ, ബാഇന് സുക്കുൻ ബ്. അബ്. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ, പിതാവ്, ഫാദർ എന്നർത്ഥം. അപ്പോൾ അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അച്ഛൻ. പിതാവ് എന്നുള്ളതിന് എന്താണ് അറബി പദം? അബ്. അച്ഛൻ എന്നുള്ളതിന് എന്താണ് അറബി പദം? അബ്. ഫാദർ എന്നുള്ളതിന് എന്താണ് അറബി പദം? അബ്. അബ് എന്ന അറബിയിൽ പറഞ്ഞാൽ എന്താണ്? അച്ഛൻ. അബ് എന്ന അറബിയിൽ പറഞ്ഞാൽ പിതാവ്. അപ്പോൾ അബ് എന്നുള്ളത് ഒന്നുകൂടെ എഴുതി നോക്കാം. അലിഫ് ഫതഹ് ബാ സുക്കൂൻ. അപ്പോൾ അലിഫിന് ഫതഹ് ബാഇന് സുക്കൂൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിനെ എങ്ങനെ വായിക്കും? അബ്. അപ്പോൾ അബ് എന്ന് വായിക്കാൻ അബ് എന്നുള്ളത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ അബ് എന്നുള്ളത് ഇങ്ങനെയാണ് എഴുതേണ്ടത്. അലിഫിന് ഫതഹ് ബാഇന് സുക്കൂൻ. അലിഫിന് ഫതഹ് ബാഇന് സുക്കൂൻ. അബ്. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ്. അബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ. ഫാദർ എന്നാൽ എന്താണ് അറബിയിൽ? അബ്. അച്ഛൻ എന്നാൽ അറബിയിൽ എന്താണ്? അബ്. പിതാവിന് അറബിയിൽ എന്താണ് പറയുക? അബ്.